അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. രണ്ട് അപരിചിതരായ മനുഷ്യര് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു നിക്കാഹിലൂടെ ജീവിതകാലം മുഴുവൻ പരസ്പരം താങ്ങും തണലുമായി മാറുന്നു. അതാണ് വിവാഹം. വിവാഹം എന്നത് ഒരേ വീട്ടിൽ താമസിക്കുന്ന രണ്ടാളുകളുടെ ബന്ധം മാത്രമല്ല, അള്ളാഹു സ്നേഹവും കാരുണ്യവും സമാധാനവും നിറച്ച ഒരു അനുഗ്രഹമാണ് വിവാഹം. ഖുർആനിലെ സൂറത്ത് റൂം 21-ാം ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവരിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും സ്ഥാപിക്കുകയും ചെയ്തു എന്ന്. അതായത് വിവാഹത്തിൻ്റെ അടിത്തറ സ്നേഹമാണ്, കാരുണ്യമാണ്, പരസ്പരം ബഹുമാനമാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ പലരും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു വിഷയമുണ്ട്. അതാണ് ദാമ്പത്യത്തിലെ സ്നേഹബന്ധവും ശാരീരിക അടുപ്പവും. ചിലർക്ക് ഈ വിഷയം പറയാൻ പോലും നാണമാണ്. ചിലർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ തെറ്റാണെന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വിവാഹബന്ധത്തിനുള്ളിലെ സ്നേഹവും അടുപ്പവും അള്ളാഹു അനുവദിച്ച അനുഗ്രഹമാണ്. ശരിയായ ഉദ്ദേശത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിന് അള്ളാഹു പ്രതിഫലവും നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നൊരു ദാമ്പത്യം കൂടുതൽ സന്തോഷകരവും സമാധാനപൂർണവുമാക്കാൻ സഹായിക്കുന്ന ചില മനോഹരമായ ഇസ്ലാമിക് നിർദ്ദേശങ്ങൾ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഒന്നാമതായി, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഏറ്റവും മികച്ച മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരോട് ഒരിക്കലും പരുഷമായി പെരുമാറിയിരുന്നില്ല. അദ്ദേഹം അവരോട് സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു, അവരുടെ വികാരങ്ങളെ മാനിക്കുമായിരുന്നു. ഒരുമിച്ച് നടക്കുകയും യാത്ര ചെയ്യുകയും തമാശ പറയുകയും വീട്ടുജോലികളിൽ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇന്നത്തെ പല കുടുംബങ്ങളിലും സ്നേഹമില്ലാത്തത് കൊണ്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സ്നേഹം പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ അവസാനമായി നമ്മുടെ ഇണയോട് നീ എനിക്ക് വളരെ വിലപ്പെട്ടവളാണ് അല്ലെങ്കിൽ വിലപ്പെട്ടവനാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു ചെറിയ അഭിനന്ദനം, ചിലപ്പോൾ അതിന് വലിയ സമ്മാനങ്ങളെക്കാൾ വിലയുണ്ട്. ഇണയുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കുക, അവരുടെ മനസ്സിനെ ആദ്യം സന്തോഷിപ്പിക്കുക, കൈപിടിക്കുക, പുഞ്ചിരിക്കുക, സ്നേഹപൂർവമായ വാക്കുകൾ പറയുക. പരസ്പര സമ്മതവും ബഹുമാനവും കരുതലുമാണ് ആരോഗ്യകരമായ ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിത്തറ. രണ്ടാമത്തെ കാര്യമാണ് ആശയവിനിമയം. പല ദമ്പതികളും പരസ്പരം സ്നേഹിക്കുന്നവരാണ്, പക്ഷേ അവർ സംസാരിക്കുന്നുണ്ടാവില്ല. മനസ്സിലുള്ള വിഷമങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കും, പ്രതീക്ഷകൾ പറയൂല. പിന്നീട് ചെറിയ കാര്യങ്ങൾ പോലും വലിയ വഴക്കുകളായിട്ട് മാറും. ഭർത്താവും ഭാര്യയും ദിവസവും കുറച്ച് സമയമെങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ഇന്ന് നിന്റെ ദിവസം എങ്ങനെയായിരുന്നു? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ? ഇത്തരം ചെറിയ ചെറിയ ചോദ്യങ്ങൾ പോലും ഹൃദയങ്ങളെ കൂടുതൽ അടുപ്പിക്കും. സംസാരിക്കുമ്പോൾ വിധി പറയാനല്ല, മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം വ്യക്തി ശുചിത്വമാണ്. ഇസ്ലാം വൃത്തിയെ വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്നു. ഇണയ്ക്കായി വൃത്തിയായി ഇരിക്കുക, നല്ല സുഗന്ധം ഉപയോഗിക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, സ്വന്തം രൂപത്തിലും ശുചിത്വത്തിലും ശ്രദ്ധിക്കുക. വിവാഹം കഴിഞ്ഞല്ലോ, ഇനി ഇതൊന്നും വേണ്ട എന്ന ചിന്ത ശരിയല്ല. നമ്മൾ ഇണയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒരു നല്ല സ്വഭാവമാണ്. നാലാമത്തെ കാര്യം ഒരുമിച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ജീവിതം വളരെ തിരക്കുള്ളതാണ്. ജോലി, കുട്ടികൾ, സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണ്, മറ്റു പല തിരക്കുകൾ. ഇവയ്ക്കിടയിൽ ചിലപ്പോൾ ഇണയ്ക്ക് സമയം കിട്ടാതെ പോകുന്നു. ഒരു ദിവസത്തിൽ കുറഞ്ഞത് കുറച്ച് മിനിറ്റെങ്കിലും മൊബൈൽ മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് ചായയെങ്കിലും കുടിക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ നിമിഷങ്ങളാണ് പിന്നീട് മനോഹരമായ ഓർമ്മകളാകുന്നത്. അഞ്ചാമത്തെ കാര്യം സ്വകാര്യത സംരക്ഷിക്കുക എന്നുള്ളതാണ്.
ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കാര്യങ്ങൾ മറ്റാരോടും പങ്കുവെക്കരുത്. വീട്ടിലെ പ്രശ്നങ്ങളോ സ്വകാര്യ കാര്യങ്ങളോ ഫ്രണ്ട്സുകളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ സോഷ്യൽ മീഡിയയിലോ പറയുന്നത് വിശ്വാസത്തെ തകർക്കും. ഇസ്ലാം ദാമ്പത്യത്തിലെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മറ്റൊരു പ്രധാന കാര്യം, ചിലരിപ്പോഴും കരുതുന്നുണ്ട് ഭർത്താവും ഭാര്യയും തമ്മിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് നാണക്കേടാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും വികാരങ്ങൾ പങ്കുവെക്കുന്നത് നല്ല ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരാളുടെ സന്തോഷം മാത്രം നോക്കാതെ രണ്ടുപേരുടെയും സന്തോഷം ഒരുപോലെ പ്രധാനമാണെന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ കോപം കൊണ്ട് സംസാരിച്ച വാക്കുകൾ വർഷങ്ങളോളം മുറിവായി നിലനിൽക്കും. അതിനാൽ പരസ്പരം ക്ഷമിക്കാൻ പഠിക്കുക. തെറ്റ് ചെയ്താൽ ഒരു ചെറിയ സോറിയെങ്കിലും പറയാൻ ശ്രമിക്കുക. നല്ലത് ചെയ്താൽ നന്ദി എന്ന് പറയുക. സ്നേഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനും മടിക്കരുത്. ഈ ചെറിയ വാക്കുകൾ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കും. അവസാനമായിട്ട്, ദാമ്പത്യം അല്ലാഹുവിൻ്റെ ഒരു അമാനത്താണ്. അതിനെ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും കരുണയോടെയും സംരക്ഷിക്കാം. അല്ലാഹുവിനെ ഒരുമിച്ച് ഓർക്കുക, ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഏർപ്പെടുക, ഒരുമിച്ച് നിസ്കരിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സമാധാനവും ബർക്കത്തും വർദ്ധിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും സ്നേഹവും സമാധാനവും ഐക്യവും നിറഞ്ഞ ജീവിതം നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വിവാഹിതരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി പിന്നീട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.